നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജപ്പാനിലേക്ക് ഉപരിപഠനത്തിനും തൊഴിലിനും പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം നൽകി കോഴിക്കോട്. ഇന്നലെ കല്ലായി റോഡിലെ ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിലാണ് ജപ്പാനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചത്. ജപ്പാനീസ് ലാംഗ്വേജ് ഫൗണ്ടർ ഭാഷാ ഉപദേഷ്ടാവ് സയഗ അഓക്കി ചടങ്ങിൽ മുഖ്യാതിഥിയായി. 38 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനും തൊഴിലിനുമായി ജപ്പാനിലേക്ക് പോകുന്നത്. സെൻസയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിസിറ്റ് ചെയ്യും, അത് ഓഡിറ്റ് ചെയ്യുകയും കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ നടക്കുക എന്നൊക്കെ ചെയ്യുകയാണ് സെൻസയുടെ ഡ്യൂട്ടി. നമ്മൾ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്നലെ സെൻസ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നത് നമ്മൾ കുറേ സമയമെടുക്കും, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇവിടുത്തെ ടീച്ചേഴ്സിന് ആൻസർ ചെയ്യാൻ പറ്റി. ですので、こちらのアカデミーで勉強することができて日本に行くことができる38人の皆さんは本当にラッキーだなというふうに思いました。ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി വഴി ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുകയും ജാപ്പനീസ് സംസ്കാരം മനസ്സിലാക്കുകയും ചെയ്ത നിങ്ങൾ 38 ആൾക്കാരും വളരെ ലക്കിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജാപ്പനീസ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിച്ചുവെങ്കിലും JLAയിലെ അധ്യാപകരുടെ ജാപ്പനീസ് ഭാഷാ പ്രാവീണ്യം അത്ഭുതപ്പെടുത്തിയെന്ന് സയഗ പറഞ്ഞു. ജാപ്പനീസ് ഭാഷാ പഠനത്തിന്റെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അംഗീകൃത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി വഴി 65 പേർ ജപ്പാനിലേക്ക് പോയിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പോടെയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. ചന്ദ്രിക ദിനപത്രം എഡിറ്റർ കമാൽ വരദൂർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, OISCA ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. JLA MD ഡോക്ടർ സുബിൻ വാഴയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ പ്രവർത്തനം കേരളത്തിൽ 15ാമത്തെ വർഷം പൂർത്തിയാവുകയാണ്. ഈ വർഷം 38 കുട്ടികളെ ജപ്പാനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ വർഷം തന്നെ അടുത്ത ഇൻടേക്ക് ഒക്ടോബറിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള ശ്രമം ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പോകുന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒന്നിച്ച് ഇന്ന് കോഴിക്കോടേക്ക് വിളിക്കുകയും ഒരു യാത്രയയപ്പ് നൽകുകയും കൂടാതെ പല കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പല ഫേക്ക് ഏജൻസികളും ജപ്പാൻ്റെ കാര്യത്തിൽ പല ഫേക്ക് ഓഫർ ലെറ്ററുകളും കോളേജിൻ്റെ അഡ്മിഷൻ ലെറ്ററും ഒക്കെ കാണിച്ച് ഒരുപാട് പേരെ പറ്റിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി കൂടിയാണ് രക്ഷിതാക്കൾ കൂടെ അവെയർ ആവാൻ വേണ്ടി ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്.